Maria,
അവസാന ഞായറാഴ്ചയാണ് നടക്കുന്നത്. കഴിഞ്ഞ ഒരു 4 വർഷക്കാലം നമുക്ക് ലഭിച്ച എല്ലാ പൊതുവുമായ ഗ്രഹങ്ങൾക്ക് ഇതിൽ ആഗോള സഭയിൽ ക്രിസ്തു രാജ്യത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രാജ്യത്വം എന്റെ ഭവനത്തിലും എന്റെ കുടുംബത്തിലും എന്റെ വ്യക്തി ജീവിതത്തിലും എന്റെ ജോലികളിലും അറിയുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിധിയും പ്രത്യേകമായി അനുസ്മരിക്കപ്പെടുന്ന നിയമങ്ങൾ മരണമൂലം നമ്മൾ നിലനിർത്തിട്ട് പോയ ത്രേസ്യാമ്മ, ഏനസ്റ്റ്, വലിയ കാട്ടുപിള്ള, ഫിലിപ്പ് മത്തായി, ഷാജി മാത്യു, ജോസഫ്, സ്റ്റീഫൻ സ്നേഹാലയം, സകല മരിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഗ്രേസി 5ാം ചരമദിനം ആചരിക്കുന്ന ഗ്രേസി, പൗലോസ് കൊച്ചുപുലിയിൽ, ജോൺ വടക്കേ എന്നിവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒപ്പം ഡിൻസി അനീഷ് താങ്ക്സ്ഗിവിംഗ് കൃതജ്ഞതയോടെ ഓർക്കാം. മരിയ ലിറ്റി, ലിബി, സബീല സുരേഷ്, എബി അലക്സാണ്ടർ, നിഷ രമ്യ, അൽഫോൻസ് ബെന്നി, നിവി പീറ്റർ, മരണമൂലം വേർപെട്ടുപോയ തോമസ് മുണ്ടയ്ക്കൽ, മാണി CM 10th ആനിവേഴ്സറി, ഫ്ലോറി പാപ്പച്ചൻ, ആൻമരിയ സ്പെഷ്യൽ ഇലക്ഷൻ, വിനീത ബേബി ജോലി സംബന്ധമായ ആവശ്യത്തിന് വേണ്ടി, അരുൺ ബിനോയ്, എബിൻ ബിനോയ് പരീക്ഷാ വിജയത്തിന് വേണ്ടി, ഒരു വിശ്വാസി വിസ ലഭിക്കുന്നതിന് വേണ്ടി, ജോമിയ ജോസ് വിവാഹം നടത്തുവാൻ വേണ്ടി, ഷൈജു ആൻഡ് സിന്ധു 23rd വെഡിങ് ആനിവേഴ്സറി, നിഷ പീറ്റർ വിസ തടസ്സം മാറുവാനായിട്ട്, മാളവിക താങ്ക്സ്ഗിവിംഗ്. ഈ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ വേദിയിൽ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനയെ സമർപ്പിച്ചുകൊണ്ട് ഈ വേദി അർപ്പിച്ചത്. തിരുനാള് കർത്താവരുളിയ കൽപ്പനമോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരു മയോടി ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ
സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. സുഖസ്നായ പിതാവേ, കർത്താവായ ദൈവമേ, തിരുസഭയെ സ്ഥാപിക്കുകയും സ്വർഗീയ സൗന്ദര്യത്താൽ അലങ്കരിക്കുകയും ചെയ്ത അങ്ങയെ സ്തുതിക്കുന്നു. ഉദാസനവഴി സഭയെ രക്ഷപ്രദാനം ചെയ്യുവാൻ തിരുമനസ്സായ നീലകണ്ഠ കാലത്തിന് ഞങ്ങൾ നിലകൊള്ളുന്നു. സഭയുടെ ഭൗതികരണം അനുസ്മരിക്കുന്ന ഞങ്ങൾ വിശുദ്ധിയോടെ അർപ്പിക്കുവാൻ വിശുദ്ധരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ മഹാരാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ജ്ഞാനവരദം. സകലത്തിന്റെയും നാഥ എന്നേക്കും.
പരിശുദ്ധ സുത്യർജനം ബലവാനോർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. സഹോദരരെ, വിളിക്കുന്ന സത്യവാൻ ശ്രമിക്കുകയും വായന 6-ാം അധ്യായം 11 മുതൽ 17 വരെ 19 വരെ വാക്യങ്ങൾ സോളോമന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ. എന്റെ ചട്ടങ്ങൾ ആചരിച്ചും എന്റെ അനുശാസനങ്ങൾ അനുസരിച്ചും എന്റെ കൽപ്പനകൾ പാലിച്ചു നടന്നാൽ ഞാൻ നിന്റെ പിതാവായ ദാവീദിനോട് വാഗ്ദാനം ചെയ്ത വാഗ്ദാനം നിന്നിൽ നിറവേറ്റും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും. എന്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. സോളമൻ ദേവാലയത്തിന് പണി പൂർത്തിയാക്കി. ദേവാലയ ഭിത്തികളുടെ ഉൾവശം തറ മുതൽ മുകളറ്റം വരെ ദേവദാരു പല കൊണ്ട് പൊതിഞ്ഞു. തറയിൽ സരളമരപ്പലകകൾ നിരത്തി. ദേവാലയത്തിന്റെ പിൻഭാഗത്തെ 20 മുഴം തറ മുതൽ മുകളറ്റം വരെ ദേവദാരു പല കൊണ്ട് വേർതിരിച്ചു. അങ്ങനെയാണ് അതിവിശുദ്ധമായ ശ്രീകോവിൽ നിർമ്മിച്ചത്. ശ്രീകോവിലിന്റെ മുമ്പിലുള്ള ദേവാലയ ഭാഗത്തിന് 40 മുഴം നീളമായിരുന്നു. ഫലങ്ങളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിയ ദേവദാരു പലക കൊണ്ട് ആലയത്തിന്റെ ഉൾവശം മുഴുവൻ പൊതിഞ്ഞിരുന്നു. എല്ലായിടത്തും ദേവദാരു പലകകൾ, കല്ല് എന്നിവ തെല്ലും ദൃശ്യമായിരുന്നില്ല. കർത്താവിന്റെ വാഗ്ദാന വേള സ്ഥാപിക്കുന്നതിന് ആലയത്തിനുള്ളിൽ ശ്രീകോവിൽ ശക്തമാക്കി. ഞങ്ങളുടെ കർത്താവായ അങ്ങയുടെ ജീവദായകവും ദിവ്യവുമായ കൽപ്പനകളും ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആവശ്യങ്ങൾ തുറന്നിരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ നിറഞ്ഞേക്കുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. എന്റെ സഹോദരനെ നിങ്ങൾ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുകയും ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം 9 മരണപത്രത്തിന്റെ കാര്യത്തിൽ അത് എഴുതിയവന്റെ മരണം സ്ഥിരീകരിക്കപ്പെടണം. മരണപത്രം സാധൂകരിക്കപ്പെടുന്നത് മരണശേഷം മാത്രമാണ്. അതുണ്ടാക്കിയവൻ ജീവിച്ചിരിക്കെ അതിലൊരു സാധ്യതയുമില്ല. അതിനാൽ രക്തം കൂടാതെയല്ല ആദ്യത്തെ ഉടമ്പടിയും ഉറപ്പിക്കപ്പെട്ടത്. മോശ നിയമത്തിലെ ഓരോ കൽപ്പനയും ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ അവൻ പശുക്കിടാങ്ങളുടെയും ആടുകളുടെയും രക്തം ജലത്തിൽ കലർത്തി ചെമന്ന ആട്ടിൻ രോമവും ഹിസോപ്പ് ചെടിയും ഉപയോഗിച്ച് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും കളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ്. അപ്രകാരം തന്നെ കൂടാരത്തിന്മേലും ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങളുടെ മേലും ആ രക്തം അവൻ തളിച്ചു. നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. സ്വർഗീയ കാര്യങ്ങളുടെ സാക്ഷ്യമായിരിക്കുന്നവ ഇപ്രകാരം ശുദ്ധീകരിക്കപ്പെടുക ആവശ്യമായിരുന്നു. സ്വർഗീയ കാര്യങ്ങളിലാകട്ടെ കൂടുതൽ ശ്രേഷ്ഠമായ ബലികളാലും മനുഷ്യനിർമ്മിതവും സാക്ഷാൽ ഉള്ളവയുടെ പ്രതിരൂപമായ വിശ്വസത്തേക്കല്ല, നമുക്ക് വേണ്ടി ദൈവസന്നിധി നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് യേശു പ്രവേശിച്ചത്. അത് പ്രധാന പുരോഹിതൻ തന്റേതല്ലാത്ത രക്തത്തോടുകൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്നത് പോലെ പല പ്രാവശ്യം തന്നെ സമർപ്പിക്കാനായിരുന്നില്ല. ആയിരുന്നെങ്കിൽ ലോകാരംഭം മുതൽ പല പ്രാവശ്യം അവൻ ദൃഢസംഖ്യയ്ക്ക് വരുമായിരുന്നു. കാലത്തിന്റെ പൂർണ്ണതയിൽ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കാൻ ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവും പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും. പാപപരിഹാരം അർത്ഥമല്ല, തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഹല്ലേലൂയ, പാടിയിടുന്നേ, ഹല്ലേലൂയ.
നിങ്ങൾ വിശുദ്ധമായിട്ട് വിചാരിക്കുന്നു എന്ന് അവർ മറുപടി പറഞ്ഞു. അവൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിനാൽ പ്രചോദിതനായ കർത്താവിനെ വിളിക്കുന്നതെങ്ങനെ? അവൻ പറയുന്നു, കർത്താവിന്റെ വിളിച്ചു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ വാഹനങ്ങൾക്ക് കീഴിലാക്കുമ്പോൾ നീ എന്റെ ഭാഗത്ത് ഭവിഷ്യനാകുക. ദാവീദ് അവനെ കർത്താവിനെ വിളിക്കുന്നുവെങ്കിൽ അവൻ അവന്റെ പുത്രനാകുന്നതിന് അവനോട് ഉത്തരമായി ഒരു വാക്കുപോലും പറയുവാൻ ആർക്കും കഴിയില്ല. അന്ന് മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കുവാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. ഇന്ന് നമ്മുടെ ആരാധന മഹോത്സവത്തിന്റെ കാലത്തിന്റെ അവസാന ഞായറാഴ്ചയാണ്. 9 നാളുകളിൽ നമ്മുടെ ആരാധന മഹോത്സവത്തിന്റെ ഈ കാലത്തിന്റെ അവസാന ഞായറാഴ്ച ആഗോള സഭ ഈശോയുടെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുന്നതിന് കൂടിയാണ്. അതില് ക്രിസ്തു രാജ്യത്തെ തിരുനാളിൽ വലിയ ആവേശത്തോടെ പങ്കെടുത്തതിന് നല്ല നമ്മുടെ മനസ്സിലുണ്ടാകും. ഈ ആരാധനക്രമ മത്സരത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഈ ദിവസത്തിൽ ഈശോ നമുക്ക് ദൈവശക്തിയോടെ നൽകുന്ന സന്ദേശത്തെ ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. പിതാവിന്റെ വലതുഭാഗത്ത് സ്വർഗ്ഗത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ദാവീദിന്റെ പുത്രനായ മിശിഹായെയാണ് ക്രൈസ്തവ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒന്നാം വായനയിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി സോളമൻ എപ്രകാരം ദേവാലയം നിർമ്മിച്ചു എന്ന് നാം വായിച്ചു കേട്ടു. രാജകന്മാരുടെ പുസ്തകത്തിന്റെ 1-ാം പുസ്തകം 6-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള തിരുവചനത്തിൽ സോളമന്റെ മനോഹരമായ ദേവാലയത്തെ കുറിച്ചുള്ള വർണ്ണനകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ജെറുസലേമിൽ ശുശ്രൂഷയിൽ നമുക്ക് ഈ ദേവാലയത്തെ കുറിച്ചുള്ള ഓർമ്മകൾ എന്നും വലിയ വിശ്വാസത്തിന്റെ ആഴങ്ങൾ സമ്മാനിക്കുന്നതാണ്. ആ ദേവാലയത്തിന്റെ മതിൽ മാത്രം അവശേഷിക്കുമ്പോൾ എപ്രകാരമാണ് ഈ ദേവാലയത്തിൽ ദൈവമഹത്വം കുടികൊള്ളുന്നത്, എന്തുകൊണ്ടാണ് ദേവാലയം നശിപ്പിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ച് ഈ രാജാക്കന്മാരുടെ പുസ്തകം ഒരു ഉത്തരം നൽകുന്നുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 6-ാം അധ്യായം 12-13 തിരുവചനങ്ങളാണ്. നീ എനിക്ക് ഭവനം പണിയുകയാണ്, എന്റെ ചട്ടങ്ങൾ ആചരിച്ചും എന്റെ അനുശാസനങ്ങൾ അനുസരിച്ചും നടന്നാൽ ഞാൻ എന്റെ പിതാവായ ദാവീദിനോട് വാഗ്ദാനം ചെയ്യുന്ന ആ വാഗ്ദാനം നിന്നെ നിറവേറ്റും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും, എന്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. മനോഹരമായ ദേവാലയത്തിൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ ആ ദേവാലയം തകർക്കപ്പെടുന്നതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. BC 586-87 കാലഘട്ടത്തിൽ ഇസ്രായേൽ ബാബിലോൺ അടിമത്തത്തിന്റെ കയ്യിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ദേവാലയം നശിപ്പിക്കപ്പെടുകയും ദൈവമഹത്വം നഷ്ടപ്പെടുത്തുകയും ചെയ്തതായിട്ട് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഇന്നത്തെ രണ്ടാമായ നാം വായിച്ചില്ല. പക്ഷേ എസെക്കിയേലിന്റെ പുസ്തകത്തിൽ കിഴക്ക് നിന്ന് ഒരു ദൈവമഹത്വം ഇസ്രായേലിന് വേണ്ടി ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. കിഴക്ക് നിന്ന് എന്നേക്കുമായി ദൈവത്തിന്റെ ഒരു മഹത്വം ഇസ്രായേൽ എന്നേക്കുമായി കുടികൊള്ളുമെന്ന് എസെക്കിയേൽ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ലേഖനമായി ഹെബ്രായ ലേഖനത്തിൽ കിഴക്ക് നിന്ന് ദൈവത്തിന്റെ മഹത്വം കടന്നു വന്നത് ഈശോ മിശിഹായിലൂടെയാണെന്നും അവിടുന്ന് തന്നെ രക്തം വഴി തന്റെ കുരിശിന്റെ വിധി വഴി ആ മഹത്വം എന്നേക്കുമായി സകല ജനത്തിന് വേണ്ടി നൽകിയെന്നും ഹെബ്രായ ലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കിഴക്ക് നിന്ന് വന്ന ദൈവത്തിന്റെ മഹത്വം കുരിശിന്റെ പിടാസംഗവും കുരിശുമരണവും വഴി എന്നേക്കും പിതാവിന്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായി ദാവീദിന്റെ വംശത്തിൽ പിറന്ന ദൈവപുത്രനായ മിശിഹാ തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, മിശിഹായുടെ ഈ രാജ്യത്വ തിരുനാള് ആഘോഷിക്കുമ്പോൾ ഈ ജെറുസലേമിൽ ആയിരിക്കുന്ന നമുക്ക് ഈശോയുടെ രാജ്യത്വത്തിന്റെ മഹത്വം നമ്മിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സഭയിലും കുടികൊള്ളണമെങ്കിൽ ദൈവം 3 കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുക. ആ 3 സന്ദേശം ഓർമ്മപ്പെടുത്തി ദിനത്തിന്റെ സന്ദേശം നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന് ദൈവത്തിന്റെ മഹത്വം കുടികൊള്ളുവാനായിട്ട് ദൈവം ആവശ്യപ്പെട്ട 3 കാര്യങ്ങളാണ് ഈശോ മിശിഹായുടെ ദൈവമഹത്വത്തിന്റെ സാന്നിധ്യമായി ഈശോയുടെ ദൈവരാജ്യത്തിന്റെ സംസ്ഥാപകനായി നമ്മുടെ സമൂഹവും നമ്മുടെ ജീവിതവും ഒക്കെ മാറണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ കൂടി തീരും. ഒന്നാമതായിട്ട് ദൈവത്തിന്റെ മാർഗത്തിലൂടെ നടക്കുക എന്നതാണ്. ഇസ്രായേൽ ജനത്തോട് ദൈവം ആവശ്യപ്പെടുന്ന രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ 6-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ എന്റെ മാർഗത്തിൽ നടക്കുക എന്നതാണ്. ബൈബിൾ പഠിക്കുന്ന അച്ഛന്മാരുണ്ട്. ഹീബ്രു ഭാഷ സംസാരിക്കുന്നതിലാണ് നിങ്ങളെല്ലാം ശുശ്രൂഷ ചെയ്യുക. നടക്കുക എന്നതിന് ഹീബ്രുവിലെ വാക്കുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹീബ്രുവിൽ ഹലാഖ് എന്ന വാക്കാണ്. ഹലാഖ് ഇത് വെറുതെ നടക്കുക എന്ന് മാത്രം, ബൈബിളിൽ നിന്ന് വെറുതെ നടക്കുക എന്ന് മാത്രമല്ല ഇത് സൂചിപ്പിക്കുക, മറിച്ച് എന്റെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുക എന്നതാണ്. എന്റെ ജീവിതത്തിന്റെ ഓറിയന്റേഷൻ, ഡയറക്ഷൻ ഓഫ് ലൈഫ്, എന്റെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുക എന്നതാണ്. എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പാത തിരഞ്ഞെടുക്കുക എന്നതാണ്. അത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 5-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ ഹേനോക്ക് നീതിമാനായിരുന്നു, അവൻ ദൈവത്തിന്റെ പാത തിരഞ്ഞെടുത്തു എന്ന് സൂചിപ്പിക്കാനായിട്ട് ഈ ഹലാഖ് എന്ന പദമാണ് ഉപയോഗിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 6-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ നോഹ നീതിമാനായിരുന്നു, അവിടുന്ന് ദൈവത്തിന്റെ മാർഗത്തിലൂടെ നടന്നു എന്ന് സൂചിപ്പിക്കാനായിട്ട് ഹലാഖ് എന്ന പദമാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 17-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ അബ്രാഹത്തോട് ദൈവം ഓർമ്മപ്പെടുത്തുന്നത് നീ കുറ്റമറ്റവനായി ദൈവത്തിന്റെ മുമ്പിൽ വ്യാപരിക്കുക എന്നതാണ്. അതിന് ഹലാഖ് എന്ന പദമാണ് ഉപയോഗിക്കുക. സങ്കീർത്തനം 127-ാം സങ്കീർത്തനം 1-ാം തിരുവചനത്തിൽ കർത്താവേ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്റെ ശത്രുക്കളിൽ നിന്ന് നിരപ്പായ വഴിയിലൂടെ എന്നെ നയിക്കണമേ എന്ന് സൂചിപ്പിക്കുവാൻ ഈ പദമാണ് ഉപയോഗിക്കുക. ദൈവം നൽകുന്ന മാർഗത്തിലൂടെ എന്റെ ജീവിതത്തെ വഴി നടത്തുന്നതിനെയാണ് ദൈവത്തിന്റെ മാർഗത്തിലൂടെ നടത്തുക എന്ന് സൂചിപ്പിക്കുക. അവിടുത്തെ നീതിയുടെ മാർഗത്തിൽ, അവിടുത്തെ സത്യത്തിന്റെ മാർഗത്തിൽ, അവിടുത്തെ സുവിശേഷ മൂല്യങ്ങളുടെ മാർഗത്തിൽ, അവിടുത്തെ സ്നേഹത്തിന്റെ മാർഗത്തിൽ നടക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ദൈവരാജ്യത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യം എന്നിൽ കുടികൊള്ളുകയുള്ളൂ എന്ന് ഇസ്രായേൽ ജനത്തിന് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ക്രിസ്തു രാജ്യത്തിന്റെ സാന്നിധ്യവും മഹത്വവും എന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഞാൻ ഈ നീതിയുടെയും സത്യത്തിന്റെയും ക്രിസ്തീയ മൂല്യങ്ങളുടെയും മാർഗത്തിലൂടെ ചലിക്കേണ്ടിയിരിക്കുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം എന്നത് എന്റെ ചട്ടങ്ങൾ പാലിക്കുക എന്നതാണ്. അതിനുപയോഗിക്കുന്ന വാക്ക് അസാഹ് എന്ന ഹീബ്രു വാക്കാണ്. അസാഹ് എന്ന വാക്ക് ഏതെങ്കിലും കർമ്മം ചെയ്യുക എന്ന് മാത്രമല്ല, അത് നന്മ പ്രവർത്തിക്കുക എന്നതിനെ സൂചിപ്പിക്കാനാണ് ബൈബിളിൽ ഉപയോഗിക്കുക. നന്മ നിർവഹിക്കുവാൻ നന്മയുടെ പൂർത്തീകരണത്തിനുമാണ് ദൈവം അസാഹ് എന്ന പദം ഉപയോഗിക്കുക. തിരുവചനത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ നിനക്ക് ചെയ്യാൻ കഴിയുമുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവരെ നിഷേധിക്കരുത് എന്ന് ദൈവം പഠിപ്പിക്കുന്നത് ഈ നന്മ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അസാഹ് എന്ന പദമാണ്. അത് നിർവഹിക്കുക, നന്മ നിർവഹിക്കുക, അനുഷ്ഠിക്കുക എന്നതാണ്. സത്യത്തിന്റെയും നീതിയുടെയും പാദത്തിൽ ചലിക്കുന്ന നമുക്ക് അവരെ സ്നേഹിക്കുന്ന നന്മയിലൂടെ, കാരുണ്യത്തിന്റെ പ്രവർത്തികളിലൂടെ അത് പ്രതിഫലിക്കാനായിട്ട് സാധിക്കും. എന്റെ കാരുണ്യവും സ്നേഹവും അവരിലേക്ക് നയിക്കപ്പെടുന്നില്ലെങ്കിൽ എന്റെ നീതിയുടെ മാർഗം ശരിയായ മാർഗമല്ല.
അവരിലേക്ക് കാരുണ്യത്തിന്റെയും അനുകമ്പയുടെയും കരങ്ങൾ നീട്ടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ നീതിയും നിയമവും ഞാൻ പാലിക്കപ്പെടുക. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ദൈവസാന്നിധ്യത്തിന്റെ അടയാളമാകണമെങ്കിൽ രണ്ടാമതായിട്ട് ഞാൻ കാരുണ്യവും സ്നേഹവും അനുകമ്പയും എന്റെ പ്രവൃത്തിയിൽ ദൃശ്യമാകണമെന്നാണ് സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് ദൈവത്തിന്റെ അനുശാസനങ്ങൾ അനുസരിക്കുക എന്നതാണ്. ക്ഷമ എന്ന ദൈവപദമാണ്. ഈ അനുശാസനങ്ങൾ അനുസരിക്കുക എന്നത് മാത്രമല്ല ഇത് സൂചിപ്പിക്കുക. ക്ഷമ എന്ന പദത്തിന്റെ യഥാർത്ഥ ബൈബിൾ അർത്ഥം അത് ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നതാണ്. സങ്കീർത്തനത്തിന്റെ 119 സങ്കീർത്തനം 11 തിരുവചനത്തിൽ അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനങ്ങൾ എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു. സുഭാഷിതങ്ങളുടെ പുസ്തകം 4:23 നിന്റെ ഹൃദയത്തെ ജാഗ്രതയോടെ സൂക്ഷിക്കുക, അതിൽ നിന്ന് ജീവന്റെ ഉറവകൾ ഒഴുകും. ഹൃദയ വിശുദ്ധീകരണത്തിന്റെ വലിയ സാധ്യതകളാണ് ഈ തിരുവചനം നമ്മെ മുന്നിൽ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവപ്രമാണങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിച്ച് എന്റെ ഹൃദയത്തെ പരിവർത്തനപ്പെടുത്തിയാൽ മാത്രമേ ദൈവസാന്നിധ്യം എന്നിൽ കുടികൊള്ളുകയുള്ളൂ. ഇപ്രകാരം ഈ 3 കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ അനുഷ്ഠിച്ചാൽ കർത്താവിന്റെ മാർഗത്തിലൂടെ, അവിടുത്തെ സത്യത്തിന്റെയും നീതിയുടെ മാർഗത്തിലൂടെ നടന്ന് അവിടുത്തെ നന്മ പ്രവർത്തിച്ച് അവിടുത്തെ വചനം കൊണ്ട് എന്റെ ഹൃദയത്തെ പരിവർത്തനപ്പെടുത്തിയാൽ ദൈവം നമ്മുടെ കൂടെ വസിക്കും. ദൈവം ഇസ്രായേലിനെ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ നിങ്ങളുടെ മധ്യം വസിക്കുമെന്നാണ്. വസിക്കുമെന്നതിന് ഷെഖാനയുടെ പദമാണ്. ദൈവത്തിന്റെ വാസം അത് ഷെക്കീന എന്ന ദൈവത്തിന്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുക. ദൈവമഹത്വം നമ്മിൽ കൂടി കൂടും. സ്നേഹമുള്ളവരെ, കർത്താവിന്റെ രാജ്യത്വ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ രാജാവായ യേശുവിന്റെ മഹത്വവും സംരക്ഷണവും സാന്നിധ്യവും എന്റെ ജീവിതത്തിൽ കുടികൊള്ളണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ ഞാൻ അവിടുത്തെ വഴിയിലൂടെ നടക്കണം. അവിടെ ആഗ്രഹിക്കുന്ന നന്മ ഞാൻ പ്രവർത്തിക്കണം. അവിടുത്തെ പ്രമാണങ്ങൾ കൊണ്ട് എന്റെ ഹൃദയത്തെ ഞാൻ പരിവർത്തനപ്പെടുത്തണം. എന്നാൽ മാത്രമേ അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ രാജകീയ സാന്നിധ്യം, അവിടുത്തെ മഹത്വം എന്റെ ജീവിതത്തിൽ കുടികൊള്ളുകയുള്ളൂ. അവിടുത്തെ മഹത്വം എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്റെ പ്രതിസന്ധികളിലും എന്റെ ക്ലേശങ്ങളിലും കഷ്ടതകളിലും സഹനങ്ങളിലും എല്ലാം അതെനിക്ക് വലിയ ആശ്വാസമാകും. തിന്മയ്ക്കെതിരെ നിലകൊള്ളുവാൻ, തിന്മയ്ക്കെതിരെയുള്ള എന്റെ പോരാട്ടത്തിൽ ക്രിസ്തുരാജൻ എന്റെ കൂടെ ഉണ്ടാകും. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ എന്നെ അനുവദിക്കരുതേ. അങ്ങയുടെ നന്മ എന്നും അവരിൽ നൽകാൻ വളർന്നു നിൽക്കാൻ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ പ്രമാണങ്ങളാൽ എന്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാൻ എനിക്ക് സഹായിക്കണമേ. അപ്രകാരം ദൈവമഹത്വത്തിന്റെ അടയാളമായി ജീവിതം ജീവിക്കുവാൻ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുരാജന്റെ തിരുനാളിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേടുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാഗ്യവാഗ്ദത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവെ നിന്റെ ബോധത്തിൽ ഞങ്ങളെ പക്വമായി എന്ന് പ്രാർത്ഥിക്കുക. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനമനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിന്റെ സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന കർത്താവെ, സഭയെ സ്നേഹിക്കുകയും നിർമ്മലവധുവായിരിക്കുവാൻ അവൾക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങൾ പങ്കാളിയാകുവാൻ വേണ്ടി അതിന് ഞങ്ങളെ കുരിശുവിട്ട് നിന്നെ അനുഭവിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, സകല ജനപദങ്ങളും നിന്നെ രക്ഷകനായി ഏറ്റുപറയുവാൻ രക്ഷയുടെ അടയാളവും സമാധാനത്തിന്റെ തുറമുഖവുമായി സഭയെ സ്ഥാപിച്ച കർത്താവേ, മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ വിശുദ്ധ പിതാവ് മാർട്ടിയോ 14 മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ പിതാവിനെയും രൂപതാധ്യക്ഷനും ഞങ്ങളുടെ പിതാവുമായ പിയർ ബാറ്റിസ്റ്റ പത്രീസിനെയും മറ്റെല്ലാ പത്രാന്മാരെയും ആത്മീയ നിർവഹണം നൽകി അനുഗ്രഹിക്കുന്ന കർത്താവേ, കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നമുക്കെല്ലാവർക്കും നമ്മെ നമ്മുടെ പിതാവിനോടും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. നിന്റെ ശരീരങ്ങളാൽ ഘോഷികളുടെ സമൂഹത്തിൽ നീ പ്രസാദിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിൽ പിതാവുള്ളതായിരുന്നതുപോലെ ഞങ്ങൾ ദൈവമായിരിക്കുവാൻ സഹായിക്കണമേ.
നിത്യസ്വമായി നോക്കി മാത്രമേ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. സകലത്തിന്റെ നാഥായിരിക്കും. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കുമാറാകട്ടെ. നീതിമാനായ മാർഗ്ഗത്തിന്റെ സ്മരണാൽ ശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ദൂഷിയുടെ പിതാവേ മാർത്തോമാസിഹായ രോഗിയോടുകൂടി വിജയം വരിച്ച നീതിമാന്മാരുടെയും മഹത്വച്ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയായിരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. സഹോദരരെ കുർബാനയുടെ വഴി പൂർത്തിയാകുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ും
ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായവരും ഞങ്ങളെ കാരുണ്യാക്കി അമുദീനാനന്ദത്തിന്റെ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരിഗ്രഹം ചെയ്യുവാൻ ഞങ്ങളെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടെ കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമാകും സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയെ
അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് പഠിപ്പിച്ചതുപോലെ ഇവരും ബലഹീനരും ആകുലരുമായ ദാസരുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ തിരുസ്മൃതിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിതാവിന്റെ സ്മരണകൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി രചിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിലപ്പെടുന്ന പുതിയുടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. സ്വീകരിക്കുകയും ഞങ്ങളെ സമർപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്തു. ശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയുടെ സമൃദ്ധമായ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ സഭയുടെ പിതാവും ധന്യമായ ഞങ്ങളുടെ ദുരിതാധ്യക്ഷനായ ഞങ്ങളുടെ പിതാവും ദുരിതാധ്യക്ഷനുമായ ഞങ്ങൾ മറ്റെല്ലാവർക്കും പുരോഹിതന്മാർ ശിക്ഷാന്മാർ സമർപ്പിതമായ പ്രേക്ഷകർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവൻ വേണ്ടി ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മണ്ഡലങ്ങളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രിയജനകമായി സംബന്ധിച്ച നിത്യമായ വിശുദ്ധമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിന് അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ജീവിതത്തിന്റെ അങ്ങയുടെ വിശുദ്ധന്റെ ശരീരങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ നയിച്ചതെന്ന് ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവവുമായ ഈശോയാകുന്നു. ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധമാവുതീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സമാധാനമായ എല്ലാവർക്കും വേണ്ടി നന്മയും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാമത്തിൽ രക്ഷിതാവായ ഈശോമിശിഹായുടെ
പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ആഗ്രഹവും ദൈവജനവും പരിശുദ്ധവും ജീവനായവും ദൈവവുമായ സന്തോഷത്തോടെ നിങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ സന്തോഷത്തോടും പ്രത്യാശയോടുകൂടെ സജീവവും പരിശുദ്ധവും ചെറുതായതുമായ നാമത്തിൽ സ്തുതിക്കുവാനും തൃപ്തിയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്ക് നമ്മോട് ദയ തോന്നണമേ. ഞങ്ങളുടെ സജീവവും ജീവനായകവുമായ സ്വതന്ത്രിറങ്ങിയത് ലോകത്തിൽ മുഴുവൻ ജീവൻ നൽകുന്നതാണ്. ഇത് ഭക്ഷിക്കുന്നവർ ധരിക്കുകയും പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നിന്റെ ദിവസങ്ങളിലേക്കുന്ന ശുശ്രൂഷകന്മാർ നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അന്നദാനത്തോടെ അപരാധങ്ങളിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരനെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലങ്ങളും കഴിഞ്ഞ് നമ്മുടെ സാക്ഷിയെ ശുദ്ധീകരിക്കാം. നമ്മുടെ മക്കളെ വിമുക്തമാക്കാം. പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ.
സുഖസ്ഥനായ നിങ്ങളുടെ പിതാവേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ക്ഷണത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, ശിശുനാൾ കൃപാകരത്തിന്റെ കാരണത്താൽ എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. വിശുദ്ധ തന്റെ സഭയെ വിജയമകുടം ചൂണ്ടു. എല്ലാ ദരങ്ങളിൽ നിന്നും അവന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇതാ വൈദികർ മാലാഖമാരോടുകൂടെ ജീവന്റെ അച്ചാരം സംവഹിക്കുന്നു. വരുവിൻ, തിരുശരീര രക്തം സ്വീകരിച്ച് ജീവൻ പ്രാപിക്കുകയും Yeah.
ഗ്രഹിക്കപ്പെട്ടവരെ നമുക്ക് വേണ്ടി വലിയ പ്രാർത്ഥിച്ചത് ബഹുമാനപ്പെട്ട അച്ഛൻ ബോധവാങ്കരൻ രൂപതാംഗമാണ്. അച്ഛൻ 2020 ആണ്ടിൽ വൈദികനായി അഭിഷിക്തനായി ഇപ്പോൾ റോമിൽ സ്ക്രിപ്ചറിൽ ബൈബിളിൽ ലൈസൻഷ്യേറ്റ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനോടനുബന്ധിച്ച് ഇവിടെ 6 മാസത്തേക്ക് ആർക്കിയോളജിക്കൽ കോഴ്സിന് വേണ്ടി ഹീബ്രു യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യം നടത്തപ്പെടുന്ന ആർക്കിയോളജി കോഴ്സിന് വേണ്ടി നടത്തുന്നതാണ്. ഫെബ്രുവരി മാസം വരെ അച്ഛൻ നമ്മളോടൊപ്പം ഈ ദിവസത്തിൽ വിശുദ്ധനാട്ടിലുണ്ടാവും. അച്ഛൻ്റെ സാന്നിധ്യത്തിന് ഏറെ നന്ദി അറിയിക്കുകയാണ്. ഈ ദിവസത്തിലെ മലയാള കമ്മ്യൂണിറ്റിയിലേക്ക് ബഹുമാനപ്പെട്ട ബാബുച്ചൻ്റെയും മറ്റു വൈദികരുടെയും ഉണ്ടായിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഏറെ സ്നേഹത്തോടു കൂടി അച്ഛന് സ്വാഗതം ആശംസിക്കുന്നു. ജീവിതത്തിന് എല്ലാ ആശംസകളും നേരുകയും ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ബഹുമാനപ്പെട്ട ബാബു അച്ഛൻ്റെ 25ാം പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ വാർഷികവും ബഹുമാനപ്പെട്ട ജോസഫിൻ്റെ സന്യാസവ്രത വാഗ്ദാനത്തിൻ്റെ 50ാം വാർഷികവും ഏറ്റവും ഉചിതമായി ആഘോഷിക്കുകയുണ്ടായി. അതിനുവേണ്ടി അകമഴിഞ്ഞ് പ്രവർത്തിച്ച അനേകരുണ്ട്. എല്ലാവരും ചേർന്നാണ് ആ കാര്യം നടത്തിയത്. എല്ലാവർക്കും അതോടൊപ്പം അതിന് നേതൃത്വമെടുത്ത കമ്മിറ്റി അംഗങ്ങളായി പ്രവർത്തിച്ചവർ, അതിനുവേണ്ടി ത്യാഗമെടുത്ത് പ്രവർത്തിച്ച എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ആ കാര്യം നടത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറയേണ്ട ആവശ്യമില്ല എങ്കിൽ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ത്യാഗമെടുത്ത എല്ലാവരെയും ബഹുമാനപ്പെട്ട വൈദികര് ഒപ്പം തന്നെ പ്രവർത്തിച്ച എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നമുക്ക് 18,644 രൂപയാണ് ഇതിന് പിരിഞ്ഞു കിട്ടിയത്. ചെലവായത് അച്ഛന്മാർക്ക് സമ്മാനം കൊടുത്തതും ഭക്ഷണത്തിനും മറ്റുമായി ചെലവായത് 11,644 രൂപ വരവും ചെലവും തുല്യമാണ്. ഇതിനു വേണ്ടി എന്തെങ്കിലും സംശയമുള്ള വർഷം, അതായത് എന്ത് കാലത്തിന് വേണ്ടി ചെലവായി എന്നുള്ള ഡീറ്റെയിൽസ് ആവശ്യമുള്ളവർ എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ കമ്മിറ്റി എന്നോട് ചോദിച്ചാലോ അവർ പറഞ്ഞു തരുന്നതായിരിക്കും എന്നറിയിക്കണം. നമുക്ക് മിച്ചം കിട്ടിയ കുറച്ച് പൈസയുള്ള ചെലവ് കഴിഞ്ഞിട്ട് ഏകദേശം 464 രൂപയോളം ചില്ലറ കിട്ടിയ പൈസയുള്ളത് രൂപ എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കേണ്ട ഷെക്കലാണ്.
ആ ഷെക്കൽ ഇവിടെ നമ്മുടെ ഇന്നത്തെ സ്വതരാഴ്ചയോടൊപ്പം പറഞ്ഞിട്ട് മറ്റു കണക്കിലേക്ക് കൊടുത്ത് വരവും ചെലവും തുല്യമാക്കിയിരിക്കുകയാണെന്ന് അറിയുകയാണ്. അതിനുവേണ്ടി 1 ഷെക്കൽ മുതൽ 500 ഷെക്കൽ വരെ നിക്ഷേപിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചത്തെ സ്വതരാഴ്ച ഇതിനു വേണ്ടിയാണ് ചെലവഴിച്ചത് ഓർമ്മിക്കുകയാണ്. നമ്മളോടൊപ്പമായിരുന്ന മരിയ റിറ്റി എന്നിവർ ഇവിടുത്തെ ജോലി അവസാനിപ്പിച്ച് തിരികെ പോകുന്നു. അവർക്ക് ഇവിടെ ആയിരുന്നപ്പോൾ ദൈവം ലഭിച്ച അനുഗ്രഹത്തിൽ കമ്മ്യൂണിറ്റിയിലായിരുന്നപ്പോൾ അവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ സമൂഹത്തിൽ അവരായിരുന്നപ്പോൾ ഈ സമൂഹത്തിലുണ്ടായ സന്തോഷത്തെ പ്രതി അവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. തുടർന്നുള്ള ജീവിതത്തിന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും എല്ലാവരുടെ നാട്ടിൽ ആശംസിക്കുകയാണ്. മരിയ റിറ്റി എന്നിവരാണ് തിരികെ നാട്ടിലേക്ക് മടങ്ങി പോകുന്നത്. അവർക്ക് എല്ലാ നന്മകളും നേടുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ അക്ഷീണമായ പ്രയത്നത്തിനിടയിൽ ഒരു കൊന്ന മൂലം കളഞ്ഞു പോയിട്ടുണ്ട്. അത് കിട്ടുന്നവർ എല്ലാവരും ചേർന്ന് കുർബാന കഴിയുമ്പോൾ തപ്പി കൊടുത്താലും കുഴപ്പമില്ല. ആ പ്രദേശത്താണ് നമ്മൾ ഭക്ഷണം കഴിച്ച ആ സ്ഥലത്താണ് പോയതെന്നാണ്. അത് തപ്പി അന്വേഷിച്ച് കൊടുക്കുന്നവർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കുമായിരിക്കും, കിട്ടുവാണ്. അപ്പോൾ അത് കിട്ടുവാൻ വേണ്ടി പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ചേർന്ന് അന്വേഷിക്കുക. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഡിസംബർ മാസം 13-ാം തീയതി ജെറുസലേമിലേക്ക് തീർത്ഥാടനം വേദലേഖയിലേക്ക് തീർത്ഥാടനം നടത്തപ്പെടുന്നു. ആയിരിക്കും പോകാൻ ആഗ്രഹിക്കുന്നവര് അതുമായി ബന്ധപ്പെട്ടവരെ സമീപിക്കുക. അതിനുവേണ്ട ക്രമീകരണങ്ങൾ സഹകരിക്കുക. രാവിലെ 9:30 മണിക്ക് അവിടുത്തെ വെൽക്കുലോട്ട് വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. അതിന് മുമ്പായിട്ട് കുംഭസ്നാനത്തിന് അവസരം ഉണ്ടായിരിക്കുന്നതാണെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിക്കുകയാണ്. ദൈവം ഈ കുർബാന പൂർത്തിയാക്കുക. ദൈവം എല്ലാവരെയും സമർപ്പിക്കുന്നു. ശുക്രവും ജീവനായകവും ദൈവികമായ ഈ രഹസ്യത്തെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യതയുണ്ട്. നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്നേഹവും പരിപാലനവും നൽകി അനുഗ്രഹിച്ചതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പുതിയ സ്വയമായി സഭയെ തിരഞ്ഞെടുത്ത അങ്ങയുടെ അനന്തകാരുണ്യം ഞങ്ങൾ വാഴ്ത്തുന്നു. തിരുനാമത്തിലൊന്നു ചേർന്ന് അങ്ങേ ആരാധിക്കാൻ രഹസ്യങ്ങളിൽ പങ്കുചേരാനും ഭാഗ്യം ലഭിച്ച ഞങ്ങൾ സ്വർഗവാസികളോടുകൂടെ പരിശുദ്ധനെന്ന് പാടി സ്തുതിക്കുവാൻ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാരുണ്യവാനായ കർത്താവേ, നിന്റെ അമൂല്യ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ചതിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ തിരുവചനം ശ്രമിക്കുവാനും തിരുശരീരങ്ങൾ അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിനൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ ആലയമാകുന്ന ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധമായി സംരക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സഭയുടെ ശരീരപതിപ്പായ കുടുംബങ്ങളെ വിശ്വാസത്തിൽ വളർത്തണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ ഇരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമായിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും.
ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. മരിച്ചവരെ ഒഴിക്കുന്നവരെ നിന്റെ നാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. നിന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷിക്കുന്ന ദാസനെ ആശ്വസിപ്പിക്കണമേ. നിന്റെ മരണത്തിലെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ എന്നേക്കും. എന്റെ കർത്താവേ, എന്റെ വ്യക്തിക്കും മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിലനിർത്തണമേ. നല്ല വരത്തു വളർന്നാകേ ജീവിക്കുന്നവനവേ നീ നൽകണമേ പ്രധാനായുസ്സും. ഉൾക്കൊണ്ടവരായ സുരരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ജീവൻ നൽകി മഹോന്നതമാം പ്രളയവാക്കിൽ ചേർക്കേണം. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനാ കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനാ കൈക്കൊള്ളണമേ ഹൃദയംഗമാം വിശ്വാസത്തോടെ ദാസൻ വലിയ നാഥ തിരുസന്നിധിയിൽ. അകാലത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ വിളിക്കുന്നവരെ നിന്റെ നാമത്തിൽ സ്തുതി. ഞാൻ വിളിക്കുന്നു. ശ്രീ
ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണം. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണം. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ സമുദ്രങ്ങളെ ഇപ്പോൾ ഈ ജെറുസലേമിൽ എത്തിയപ്പോൾ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ലൈഫിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുകയും ചെയ്ത ബാബുച്ചനും അതിന്റെ സഹാർക്കും എല്ലാം സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഞാൻ ബോധം ഒരു ഉദാഹരണമാണ്. റോബിൽ ഞങ്ങൾ മലയാളി അച്ഛന്മാരുടെ ഒന്നിച്ചൊരു കോളേജിലാണ് പഠിക്കുക. പക്ഷെ ഇവിടെ ഞാൻ ജെസ്യൂട്ട് അച്ഛന്മാരുടെ കൂടെയാണ് താമസിച്ച് ഇവിടെ യൂണിവേഴ്സിറ്റി പഠിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു മലയാള സമൂഹം ഇസായി എന്ന ഒത്തിരി എത്തിയപ്പോൾ പക്ഷേ ഈ അച്ഛന്മാരെല്ലാവരും ഏറെ സ്നേഹത്തോടെ തന്നെ സ്വീകരിക്കുകയും ഈ ഒക്ടോബർ മാസത്തിലെ 2ാം ആഴ്ച വന്നതാണ്. പക്ഷേ ഞായറാഴ്ചകളിൽ കൂടുതൽ വിസിറ്റ് ആയതുകൊണ്ട് കുമാരത്തെ കാണാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഈ അച്ഛന്മാര് ദിവസങ്ങളിലെ ഒന്നിച്ച് കൂടുകയും കാണുകയും ഏറെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. അച്ഛന്മാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ പരിശുദ്ധമായ മാതിരികാരണത്തിന് Amen.